സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ആർ സെൽവരാജ് എം.എൽ.എയും വിവാദക്കുരുക്കിൽ. വിവാദങ്ങളുടെ സഹയാത്രികരെ തുടർന്ന ആർ സെൽവരാജ് ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് താൻ അവിടെ ചെല്ലുമ്പോൾ സെൽവരാജ് അവിടെ ഉണ്ടായിരുന്നുവെന്ന ശ്രീധരൻ നായരുടെ മൊഴിയെ തുടർന്നാണ്. താൻ വിവാദത്തിലകപ്പെട്ട കാര്യത്തെക്കുറിച്ച് സെൽവരാജ് ഞങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ. ആ പ്രതികരണം കാണാം. സരിത വിഷയത്തിൽ നിയമസഭ ആടി ഉലഞ്ഞപ്പോൾ നെയ്യാറ്റിൻകര എം.എൽ.എ ആർ സെൽവരാജും വാർത്തകളിൽ നിറഞ്ഞു. സരിത വിഷയത്തിൽ വിവാദ നായകനായ ശ്രീധരൻ നായർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സെൽവരാജ് എം.എൽ.എയെ കണ്ടു എന്ന പരാമർശമാണ് എം.എൽ.എയും വാർത്തകളിൽ നിറച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രീധരൻ നായരെ കണ്ടു എന്ന് സമ്മതിക്കുന്ന എം.എൽ.എ സരിത നായരെ കണ്ടില്ല എന്ന് ആഴ്ചവട്ടത്തോട് പറഞ്ഞു. പരാമർശം ശരിയല്ല. ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്ഥിരമായി പോകാറുണ്ട്. ഒരു ദിവസം ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകിച്ച് ചില കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ ടൈം ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പോയി ഏതാണ്ടൊരു അരമണിക്കൂറോളം വിഷയങ്ങൾ സംസാരിച്ച് അത് കഴിഞ്ഞ് പുറത്തു വന്നു. പുറത്തിറങ്ങി കൊണ്ടുവന്നതും ഈ വാതിലിൽ നിന്ന് കയറി ഒരു ആൾ അങ്ങോട്ട് വരുന്നതുണ്ട്. എന്നെ വിഷ് ചെയ്തു. ഞാനും വിഷ് ചെയ്ത് സംസാരിച്ച് ഞങ്ങളിഞ്ഞ് പോന്നു. അത് കഴിഞ്ഞ് പുറത്ത് വാതിലിനടുത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു 8 പേര് നിൽപ്പുണ്ടായിരുന്നു. അവരാരാണെന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. മറ്റാരും അതിലുണ്ടായിരുന്നില്ല. ശ്രീധരൻ നായർ എനിക്ക് ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ അന്ന് കണ്ടത് ശ്രീധരൻ നായരാണ് എന്ന് ഓർമ്മ വന്നു. സരിത നായർ നേരത്തെ കണ്ടിട്ടില്ല. നേരത്തെയും കണ്ടിട്ടില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. അവർ ഈ മാധ്യമങ്ങളിൽ കൂടിയുള്ള ഇത് മാത്രമേ ഉള്ളൂ. സരിത വിഷയത്തിനു ശേഷം ഗ്രൂപ്പ് ഭിന്നതകൾ മറന്ന് കോൺഗ്രസ് രാഷ്ട്രീയം കുറെ കൂടി സജീവമായെന്നും എം.എൽ.എ ആഴ്ചവട്ടത്തോട് പറഞ്ഞു. കുറച്ചുകൂടി സജീവമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയമല്ലേ, വിഷയങ്ങൾ ഓരോന്നായി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അനുകൂലിക്കാനും പ്രതികൂലിക്കാനും എല്ലാ രാഷ്ട്രീയ കക്ഷികളും മുൻപന്തിയിൽ വരും. ഇതോടുകൂടി കോൺഗ്രസിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെങ്കിലും അതിനെ സംബന്ധിച്ച് ഒരു ദൃഢമായ ഒരു തീരുമാനവും കൂട്ടായ ഒരു ഇടപെടലും നടത്താനും മുന്നോട്ട് പോകാനും ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിനകത്തൊരു ഗ്രൂപ്പ് ബന്ധങ്ങൾക്കൊരു വിള്ളൽ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒരു മാറ്റം വന്നു എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ മാറ്റം വന്നു. ഈ ഉപമുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയും എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഒരു വിവാദം ഉണ്ടാക്കിയത് അതൊക്കെ സാങ്കല്പികങ്ങളാണ്. സരിത വിഷയം കേരളം ഹർത്താലിലൂടെ ആഘോഷിക്കുമ്പോൾ എം.എൽ.എ ആർ സെൽവരാജും വാർത്തകളിൽ നിറയുകയാണ്. ആഴ്ചവട്ടം, പാറശാല.